നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമൊട്ടാകെ കൊറോണ വ്യാപകമായ പശ്ചാത്തലത്തിൽ നിരവധി പ്രവാസികൾ പലയിടങ്ങളിലായി കുടുങ്ങിപ്പോയിരുന്നു. ഇതേ തുടർന്ന് കുടുങ്ങിപ്പോയ പ്രവാസികളെയും ചികിത്സയ്ക്കായി നാട്ടിലെത്താൻ കാത്തുനിൽക്കുന്ന പ്രവാസികളെയും മടക്കിയെത്തിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകളുമായി ചർച്ചയും നടത്തിയിരുന്നു. ഇതിനിടെ പ്രവാസികൾ തിരിച്ചു വരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലും പരിശോധനയ്ക്ക് വിപുലമായ സജ്ജീകരണം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കി. വിമാനത്താവളത്തിലെ പരിശോധനയിൽ രോഗലക്ഷണം കണ്ടെത്തിയില്ലെങ്കിൽ 14 ദിവസം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയണം. വീടുകളിൽ സൗകര്യമില്ലെങ്കിൽ സർക്കാർ തയ്യാറാക്കുന്ന പ്രത്യേക കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി പ്രതിനിധികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. പ്രവാസികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ നേരത്തെ ആരംഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായവുമായി നൂർക്ക ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നിരിക്കുകയാണ്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വെബ്സൈറ്റ് തയ്യാറാക്കി നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഒരുമയോടുള്ള പ്രവർത്തനം ആവശ്യമാണ്. നിരവധി ആളുകൾ മടങ്ങിയെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആയതിനാൽ തന്നെ വലിയ കാലതാമസമില്ലാതെ യാത്രാ സൗകര്യം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിന് വിവിധ ഘട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ചട്ടങ്ങൾ പാലിച്ചു വേണം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എയർപോർട്ടിലെത്തുന്ന പ്രവാസികൾക്ക് വിമാനത്താവളത്തിൽ തന്നെ സ്ക്രീനിംഗ് നടത്താൻ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറത്തുവിടുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേക വിമാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ആളുകളെ മടക്കിയെത്തിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ആളുകളെ ക്രമീകരിക്കുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും മുഴുവൻ പേരെയും ഒരുമിച്ച് മടക്കിക്കൊണ്ടുവരാൻ കഴിയുകയുമില്ല. നാട്ടിലെത്തുന്നവരെ സ്വീകരിക്കാൻ പാടില്ല. കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുകയാണെങ്കിൽ വാഹനത്തിൽ ഡ്രൈവർ മാത്രമേ പാടുള്ളൂ. ഇവർ നേരത്തെ വീട്ടിലേക്ക് പോകണം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ സന്ദർശിക്കാൻ പാടുള്ളതല്ല. ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിരീക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ച് കൂടുതൽ പരിശോധനകൾക്കും വിധേയമാക്കുകയും ചെയ്യും. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. അവർ കൊണ്ടുവരുന്ന ലഗേജുകൾ കൈമാറുകയും ചെയ്യില്ല. പ്രത്യേക സ്റ്റോറുകളിലായിരിക്കും ഇവ സൂക്ഷിക്കുക. ആദ്യഘട്ടത്തിൽ എത്തിക്കേണ്ട പ്രവാസികളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യം കൂടിയാണ്. ലേബർ ക്യാമ്പിൽ ജോലി ചെയ്യുന്നവർ, വരുമാനമില്ലാതെ കഴിയുന്ന സാധാരണ തൊഴിലാളികൾ, വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞവർ, പ്രായം ചെന്ന വ്യക്തികൾ, ഗർഭിണികൾ, കുട്ടികൾ, മറ്റു രോഗമുള്ളവർ, വിസ കാലാവധി പൂർത്തിയാക്കപ്പെട്ടവർ, കോഴ്സ് പൂർത്തിയാക്കി സ്റ്റുഡന്റ് വിസയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ, ജയിൽ മോചിതരായവർ എന്നിവർക്ക് മുൻഗണന നൽകേണ്ടതുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം എന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാകും വ്യക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുക. തിരിച്ചുവരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പാക്കേജ് വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.